തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ DMK മത്സരിക്കും. കോൺഗ്രസിൽ നിന്ന് DMK സീറ്റ് ഏറ്റെടുത്തു. സ്റ്റാലിൻ അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് സീറ്റ് വിട്ടു നൽകുന്നതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സെൽവ പേരുതുകെ പറഞ്ഞു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു 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 മാറ്റം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കുന്ന സാഹചര്യം, അതും DMKക്ക് എന്താണ് അപ്പോൾ അവിടുത്തെ ഒരു മത്സര സാഹചര്യം എന്താണ്? ഒരു വിന്നിംഗ് സീറ്റ് എന്ന രീതിയിൽ പറയാൻ പറ്റുമോ ഇനിയിപ്പോൾ DMKക്ക്? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ സീറ്റ് പിടിച്ചെടുത്തു എന്ന് പറയുന്നതാകും ഏറ്റവും അധികം ശരി. കാരണം അത് കോൺഗ്രസ് ഈ DMK ഏറ്റെടുത്തു എന്നതിനപ്പുറം പിടിച്ചെടുത്തു എന്നുള്ളതാണ് കൃത്യം കാര്യം. ഈ സീറ്റ് 2 തവണ മുൻപ് DMK മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്നീട് മത്സരിക്കുകയും 2 തവണ വിജയിക്കുകയും ചെയ്തു. ശേഷം ഈ ഒരു 4 വർഷത്തിനിടയിൽ രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലം സാക്ഷിയാകുന്നത്. കാരണം അവിടെ MLA ആയിരുന്ന വ്യക്തിയും ഒപ്പം തന്നെ മുതിർന്ന മുൻ കോൺഗ്രസിന്റെ നേതാവ് EVK ഇളങ്കോവന്റെ മരണത്തിനെയും തുടർന്ന് വീണ്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നത്. പക്ഷേ പിന്നീട് DMK നേതാക്കളൊക്കെയും ഈ മണ്ഡലത്തിലെ DMK നേതാക്കൾ സ്റ്റാലിനെ കണ്ട് ഈ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ DMK ഈ സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഈ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിനയായത് ഈ മണ്ഡലത്തിൽ പ്രമുഖമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിലൊരു പ്രമുഖ മുഖമില്ലാതായി പോയത് കോൺഗ്രസിന് വളരെയധികം തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം തന്നെ DMK കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ഈ EVK ഇളങ്കോവന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ആ സീറ്റ് നൽകാമെന്നാണ്. പക്ഷേ PCC ഏറെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവിടുത്തെ ഒരു ആ കുടുംബത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവിടെ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കുടുംബം മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് MK സ്റ്റാലിൻ PCC പ്രസിഡന്റ് സെൽവ പെരുന്തകയെ കാണുകയും ഒപ്പം തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് തങ്ങൾക്ക് ഈ സീറ്റ് വേണം എന്ന് പറയുകയും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണവും അത് കോൺഗ്രസിനൊരു തിരിച്ചടിയായിട്ടുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഫാക്ടറുകൾ ഒരുമിച്ച് വരികയും DMK കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിലും DMK കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പക്കലുള്ള ഒരു സീറ്റ് കൂടി DMK പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. 25 സീറ്റുകളിൽ മത്സരിച്ച് കഴിഞ്ഞ തവണ 18 സീറ്റുകളൊക്കെ ജയിച്ച് നല്ല വിന്നിംഗ് സ്ട്രൈക്കുള്ള ഒരു പാർട്ടിയാണ്. എന്തായാലും ഈ സീറ്റിൽ DMK മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയുമില്ല. കാരണം കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഈ സീറ്റ് DMK മുന്നണി അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും നിലവിൽ നേരിടുന്നില്ല. ഒപ്പം എന്തായാലും റഹീസ് പറഞ്ഞത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ കാലം DMK ആ സീറ്റ് പിടിച്ചെടുത്തു എന്ന രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും നോക്കാം അത് എത്രമാത്രം അത് DMKയുടെ സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ സ്വന്തം സീറ്റായി മാറുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴിയെ കണ്ടറിയാം. പക്ഷേ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് ഏറെ പ്രാമുഖ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നോക്കി കാണാം. അപ്പോൾ റഹീസ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.